നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂ എന്നും ഇതുൾക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കുവൈത്ത് ദുരന്തം വാക്കുകൾക്ക് അതീതവും അതീവ ദുഃഖകരവുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഗവർണർ. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ ഉജ്ജ്വല വരവേൽപ്പ്. കൽദായ സൂറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പോലീത്തയെ സന്ദർശിച്ചു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രാദേശികവാദത്തിന്റെ ഭാഗമെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി. മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാകാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച BJP നേതാക്കൾ സമരപന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ. വാർത്തകൾ വിശദമായി. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂവെന്നും ഇതുൾക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അർഹരായ പട്ടികജാതി പട്ടികവർഗ വിഭാഗം വിദ്യാർത്ഥികൾക്ക് എവിടെയും അവർ ആഗ്രഹിക്കുന്ന ഉന്നത പഠനം ലഭ്യമാക്കും. ഇതുവരെ 691 വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞു. ഈ വർഷം 251 അപേക്ഷ കൂടി അനുവദിക്കും. വിങ്സ് പദ്ധതിയിലൂടെ 5 ട്രൈബൽ വിദ്യാർത്ഥികൾ പൈലറ്റ് ലൈസൻസ് നേടി. ഇവർക്ക് ഇന്റർനാഷണൽ ലൈസൻസ് കൂടി ലഭ്യമാക്കാനുള്ള സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. അട്ടപ്പാടി പോലുള്ള പിന്നോക്ക മേഖലകളിൽ നിന്ന് എല്ലാ വർഷവും ഡോക്ടർമാർ പഠിച്ചിറങ്ങുന്ന സ്ഥിതിയായി. 50 വർഷത്തിനിടെ ഒരു ഡോക്ടർ എന്ന മുൻ കണക്കുകളിൽ നിന്നുള്ള മാറ്റമാണിത്. +2 പാസ്സായ SC/ST മറ്റ് പിന്നോക്ക വിദ്യാർത്ഥികൾക്കായി ജർമ്മനിയുമായി സഹകരിച്ച് നഴ്സിംഗ് പഠിപ്പിച്ച് തൊഴിലുറപ്പാക്കുന്ന പദ്ധതിയുടെ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പഠിച്ചു വരുന്ന കുട്ടികൾക്ക് തൊഴിലും കൊടുക്കാൻ കഴിയണം. ഈ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലെല്ലാം തന്നെ കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയണം. പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്കോ വരുന്ന കുട്ടികൾ അവരുടെ സമയം ചെലവഴിക്കാൻ വേണ്ടി വരുന്നവരാണ് എന്നുള്ള രീതി മാറി പഠിക്കാൻ വരുന്നവരായി മാറണം. പഠിക്കാനുള്ള എല്ലാ സൗകര്യവും അവിടെ ഉണ്ട്. പ്രാവശ്യം തീരുമാനിച്ചിട്ടുണ്ട് 10 കുട്ടികൾ താഴെയുള്ള ഹോസ്റ്റലുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിലൊക്കെ തന്നെ നിർത്തലാക്കി പകരം അവിടെ മറ്റെന്തെങ്കിലും ട്രെയിനിങ് ആരംഭിക്കണം. ഈ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തുടങ്ങിയ MRSയിലേക്ക് കുട്ടികളെ അയക്കുകയും ചെയ്യും. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, കൗൺസിലർ PS വിപിൻ, സംസ്ഥാന പട്ടികവർഗ ഉപദേശക സമിതി അംഗങ്ങളായ K രാജൻ, M ശ്രീധരൻ, ITDP അട്ടപ്പാടി പ്രോജക്ട് ഓഫീസർ VK സുരേഷ് കുമാർ, പാലക്കാട് പട്ടികവർഗ വികസന ഓഫീസർ M ഷമീന, പട്ടികവർഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ K കൃഷ്ണപ്രകാശ്, PWD ബിൽഡിംഗ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാജേഷ് ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് BJP തൃശൂർ ജില്ലാ കമ്മിറ്റി റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തുടർന്ന് കൽദായ സൂറിയാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭയുടെ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പോലീത്തയെ സന്ദർശിച്ചു. മാർ അപ്രേം മെത്രാപ്പോലീത്തയുടെ 84ാം പിറന്നാളിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. സന്ദർശനവേളയിൽ കേക്ക് മുറിച്ച് സുരേഷ് ഗോപി മാർ അപ്രേം തിരുമേനിക്ക് നൽകി. തിരക്കുകൾക്കിടയിലും തന്നെ കാണാനെത്തിയതിൽ മെത്രാപ്പോലീത്ത ആഹ്ലാദം പ്രകടിപ്പിച്ചു. കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി തൃശൂരിൽ വികസനം കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. തിരക്കിൻ്റെ ഉള്ളിൽ വന്നതിന് സന്തോഷമുണ്ട്. എനിക്ക് ഒരു സുഖമില്ല, സന്തോഷമാണ്. ഈ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിലൂടെ തൃശ്ശൂരിന് കുറച്ചൊരു വികസനം കൊണ്ടുവരും ഒരു കാഴ്ചപ്പാടുണ്ട്. സന്ദർശനത്തിന് ശേഷം പുറത്തിറങ്ങിയ സുരേഷ് ഗോപി കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി. പ്രാദേശികവാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാല തലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാനെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല, കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല, തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല. ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ
പ്രാദേശികവാദം ഉന്നയിച്ച് പിടിവലി നടത്തി അത് വീണ്ടും 1 വർഷം വൈകിപ്പിക്കരുത്, 2 വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമേ. രാഘവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. അതുപോലെ 14 ജില്ലയ്ക്കും അവകാശമുണ്ട്. ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ. എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റി, ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി, ഇത് എത്തുകയും വേണം, ഇവിടേക്ക് എത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യം. ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ, ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ, അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ട് ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുവൈത്ത് ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വാക്കുകൾക്ക് അതീതം, അതീവ ദുഃഖകരമെന്ന് ഗവർണർ തൃശൂരിൽ പ്രതികരിച്ചു. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നും നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്നും ഗവർണർ പറഞ്ഞു. സ്വന്തം നാട്ടിൽ ജീവിക്കാനാവാതെ വന്നപ്പോഴാണ് പലർക്കും നാടുവിടേണ്ടി വന്നത്. It is beyond words. So everybody, the whole country is feeling so sad, and one can only convey sympathies to the bereaved families and earnestly hope that these things do not happen in future. And we will have to do some long-term thinking. Why people are forced to leave their home and earth, and they have no option but to go outside seeking jobs, because locally there are no opportunities available. മന്ത്രി കുവൈറ്റിൽ പോയി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒരു ദിവസത്തേക്ക് പോയി പിറ്റേ ദിവസം മടങ്ങി വന്നിട്ട് എന്ത് ചെയ്യാനാകും? അത്തരമൊരു യാത്ര തികച്ചും അനാവശ്യമാണ്. They are reaching today, so you go yesterday, you go, come back again today. What will be what is the actual work which will be done there? Already the government of India's ministers were in Kuwait and they are bringing today. ബിജെപിയുടെ വിജയം ജനങ്ങൾ തീരുമാനിച്ചതാണ്. കണ്ണൂരിൽ CPM പരാജയപ്പെട്ടതിൽ വളരെ സന്തോഷിക്കുന്നു. ബോംബ് രാഷ്ട്രീയത്തെ മഹത്വവൽക്കരിക്കാനാണ് CPM ശ്രമിക്കുന്നത്. അക്രമ രാഷ്ട്രീയത്തിനെതിരായ ജനവിധിയാണ് കണ്ണൂരിലുണ്ടായത്. One thing I am very happy about, particularly about Kannur, because there were attempts to glorify bomb culture and violence, and I especially I'm saying it, I especially compliment the people of Kannur. They have refused to endorse the culture of bomb making. കേരളത്തിൽ തൊഴിലെടുത്ത് ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. പക്ഷേ ഉപജീവനത്തിനായി പലർക്കും നാടുവിടേണ്ടി വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ കഴിയണം. അതിനായി അവസരങ്ങൾ ഒരുക്കണമെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുമായും ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയ്ക്ക് ശേഷം പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ഡെപ്യൂട്ടേഷനിലൂടെ ആരോഗ്യവകുപ്പിൽ നിന്ന് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അധ്യാപകരെ നിയമിക്കുമെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. PSC നിയമന നടപടികൾ ത്വരിതപ്പെടുത്തും. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, മെഡിക്കൽ കോളേജ് ഡയറക്ടർ OK മണി, പ്രിൻസിപ്പൽ ഇൻചാർജ് വിനയകുമാർ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശ്രീരാം, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ ശ്രീജ, ഡെപ്യൂട്ടി DMO ഡോക്ടർ കാവ്യ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് A പ്രസാദ്, വിദ്യാർത്ഥി പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാകാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് BJP. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമാണെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ പറഞ്ഞു. മെഡിക്കൽ കോളേജിന് മുന്നിലെ സമരപന്തലിലെത്തിയാണ് BJP വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്. 10 വർഷം മുമ്പ് സ്ഥാപിക്കപ്പെട്ട പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ബാലാരിഷ്ടതയിലാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ആവശ്യത്തിന് ഡോക്ടർമാരും അനുബന്ധ ഉപകരണങ്ങളുമില്ലാത്ത മെഡിക്കൽ കോളേജ് സർക്കാർ കെടുകാര്യസ്ഥതയുടെ സ്മാരകമാണ്. ഇതിന് തെളിവാണ് സർക്കാരിനെതിരെയുള്ള SFI സമരം. ആവശ്യത്തിന് അധ്യാപകരെ പോലും നിയമിക്കാതെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിക്കുന്നത്. മെഡിക്കൽ ബോർഡിന്റെ ശുപാർശകളല്ല, രാഷ്ട്രീയ ശുപാർശകളാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്.
സർക്കാരിന്റെ തികഞ്ഞ അവഗണനയ്ക്കെതിരെ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ പറഞ്ഞു. നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. വേണുഗോപാൽ, ഓമനക്കുട്ടൻ, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ, ബാബു വെണ്ണക്കര തുടങ്ങിയവരും C. കൃഷ്ണകുമാറിനൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UV വിനീഷിന് നാടിന്റെ അന്ത്യാഞ്ജലി. രാവിലെ ഷൊർണൂരിൽ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ശാന്തി തീരത്ത് സംസ്കരിച്ചു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യോപചാരം അർപ്പിച്ചു. ചെന്നൈയിലെ ആശുപത്രിയിൽ വെച്ച് അന്തരിച്ച മാധ്യമപ്രവർത്തകൻ UV വിനീഷിന്റെ ഭൗതിക ശരീരം വെള്ളിയാഴ്ച രാവിലെയാണ് ഷൊർണൂരിലെത്തിച്ചത്. 8:30 ഷൊർണൂർ സർവീസ് ബാങ്ക് പരിസരത്ത് മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഉൾപ്പെടെ സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ, ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, CPM നേതാക്കളായ S. അജയകുമാർ, S. കൃഷ്ണദാസ്, കോൺഗ്രസ് നേതാക്കളായ TH ഫിറോസ് ബാബു, TY ഷിഹാബുദ്ദീൻ, VK ശ്രീകൃഷ്ണൻ, TK ബഷീർ, BJP നേതാക്കളായ MP സതീഷ് കുമാർ, EP നന്ദകുമാർ, K. പ്രസാദ് തുടങ്ങി നിരവധി പേർ അന്ത്യോപചാരമർപ്പിച്ചു. അരമണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം ഭൗതിക ശരീരം ഷൊർണൂർ ശാന്തിതീരം ശ്മശാനത്തിൽ സംസ്കരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അധ്യാപക വിദ്യാർത്ഥി ആത്മബന്ധത്തിന്റെ നേർസാക്ഷ്യമായി പഴയ ലക്കിടി സീനിയർ ബേസിക് സ്കൂളിലെ വൈകാരിക നിമിഷങ്ങൾ. സ്ഥലം മാറിപ്പോകുന്ന പ്രേമൻ എന്ന അധ്യാപകനെ പറഞ്ഞുവിടാൻ തയ്യാറാകാതെ വിതുമ്പിയ കുട്ടികൾ ഒടുവിൽ ഈ വിദ്യാലയത്തിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്ന ഉറപ്പ് ലഭിച്ചതോടെയാണ് മനസ്സില്ലാ മനസ്സോടെ പോകാൻ അനുവദിച്ചത്. അധ്യാപകൻ പോകുമ്പോൾ ഉറക്കെ കരയുന്ന കുട്ടിക്കൂട്ടത്തിന്റെ വൈകാരിക പ്രകടനം പ്രേമൻ മാഷുമായുള്ള കുട്ടികളുടെ ആത്മബന്ധത്തെ തുറന്നുകാട്ടുന്നു. പഴയലക്കിടി ഗവൺമെന്റ് സീനിയർ ബേസിക് സ്കൂളിൽ അധ്യാപകനായിരുന്ന മനശ്ശേരി കപ്പൂരപ്പടി K. പ്രേമനാണ് സ്ഥലം മാറിപ്പോകുന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു പ്രേമൻ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നു തന്നെ അത് ബോധ്യമാണ്. കുട്ടിക്കൂട്ടം കരഞ്ഞുകൊണ്ടാണ് വഴി തടഞ്ഞത്. മാഷ് പോകേണ്ട എന്നായിരുന്നു കുട്ടികളുടെ ആവശ്യം. കുട്ടികളോട് ട്രാൻസ്ഫറാണ്, തിരികെ വരും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രേമൻ മാഷും സഹാധ്യാപകരും പരാജയപ്പെട്ടു. ഒടുവിൽ കുട്ടികളെ ഏറെക്കുറെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് തിരികെ വരാമെന്ന് ഉറപ്പു നൽകിയാണ് പ്രേമൻ വിദ്യാലയത്തിന്റെ പടിയിറങ്ങിയത്. ഈ വിദ്യാലയത്തിലെ കുട്ടികളുമായി 3 വർഷത്തെ പരിചയം മാത്രമേ പ്രേമനുള്ളൂ. എന്നാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ കളിക്കൂട്ടുകാരനായി ഈ അധ്യാപകൻ മാറി. രക്ഷിതാക്കളുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തി. കുട്ടികളിൽ സേവന മനോഭാവം വളർത്തി. ഒപ്പം പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തനങ്ങളിലും അവരെ സജീവമാക്കി. വേനൽ അവധിക്കാലത്ത് അധ്യാപക പരിശീലനങ്ങളിലും സജീവമായിരുന്നു. 2003 പ്രേമൻ അധ്യാപകനായി സർവീസിൽ പ്രവേശിച്ചത്. ജോലി ചെയ്ത എല്ലാ വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികളുമായി അടുത്ത ആത്മബന്ധം പുലർത്താനാണ് ശ്രമിച്ചിട്ടുള്ളതെന്ന് പ്രേമൻ പറഞ്ഞു. തോണിപ്പാടം GM LP സ്കൂളിൽ പ്രധാന അധ്യാപകനായാണ് സ്ഥലം മാറ്റം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അതിരപ്പിള്ളി ഷോളയാർ അമ്പലപ്പാറ റോഡ് നിർമ്മാണ കമ്പനിയുടെ വാഹനം കാട്ടാനക്കൂട്ടം തകർത്തു. കഴിഞ്ഞ രാത്രിയിലാണ് അമ്പലപ്പാറയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി കമ്പനിയുടെ ലോറിയും നിർമ്മാണ അനുബന്ധ സാമഗ്രികളും ജനറേറ്ററും ഉൾപ്പെടെ തകർത്തത്. വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊഴിലാളികൾ എത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ഷൊർണൂർ ഓട്ടിസം സെന്ററിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. SSK പാലക്കാട് DPC K. ജയപ്രകാശ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ഇതുമായി കൈകോർത്ത് നിന്നുകൊണ്ട് ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല, എല്ലാവരും ചേർത്ത് പിടിക്കേണ്ടവരാണ് എന്ന തോന്നലുള്ള ഒരു പുരോഗമന മനസ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. ആ പുരോഗമന മനസ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത്തരം കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത്. ഈ കേന്ദ്രത്തിലേക്ക് മറ്റേ ഇവിടത്തേക്കാൾ കൂടുതൽ സുരക്ഷിതമായിക്കൊണ്ട് തന്നെ കുട്ടികളെ പറഞ്ഞയക്കാമെന്ന് രക്ഷിതാക്കൾക്ക് തോന്നുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എന്നറിയില്ല. മറ്റേത് സുരക്ഷിത കേന്ദ്രത്തേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളാണ് കുട്ടികളുടെ ഏറ്റവും സുരക്ഷിതമായ ഇടം. ചടങ്ങിൽ വാർഡ് കൗൺസിലർ ഷൊർണൂർ വിജയൻ അധ്യക്ഷത വഹിച്ചു. BPC അജിത് ശങ്കർ സ്വാഗതം പറഞ്ഞു. ബാലതാരം വസിഷ്ഠ മുഖ്യാതിഥിയായിരുന്നു.
ഷൊർണൂർ BRCയിൽ നിന്ന് CRCC-ആയി വിരമിച്ച NR പ്രദീപ്, ബാലതാരം വസിഷ്ഠ് എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ഷൊർണൂർ യുവജന സംഘടനാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ജ്വാല പാലിയേറ്റീവ് അംഗം ബേബി ഗിരിജ, ജില്ലാ ശിശുക്ഷേമ സമിതി അംഗം വാസുദേവൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ഷൊർണൂർ യുവജന സംഘടന കുട്ടികൾക്ക് മധുരവും, ലയൺസ് ക്ലബ്ബ് സെൻട്രലിലെ കുട്ടികൾക്ക് ബാഗും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി സമ്മാനിച്ചു. ഷൊർണൂർ AUP സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും ഓട്ടിസം സെൻറ്ററിലെ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളും പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി നടന്നു. കതിരോല പന്തല കെട്ടി പനയോല പായ വിരിച്ച് പുരവൈടങ്ങിയും പോരടി വണ്ണാത്തിക്കിളിയേ, ഓ ഓ ഓ വണ്ണാത്തിക്കിളിയേ. ഓട്ടിസം സെൻറ്റർ PTA പ്രസിഡന്റ് സുകുമാരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. 81-ാം വയസ്സിൽ വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞ് തൃശൂർ കയ്പമംഗലം സ്വദേശി അബ്ദുൾ ഖാദർ. അറിവ് നേടുക എന്ന ലക്ഷ്യം മാത്രമാണ് പഠനത്തിന് പിന്നിലെന്ന് അബ്ദുൾ ഖാദർ പറയുന്നു. കാലിക്കട്ട് സർവകലാശാല അഫ്സുൽ ഉലമ പ്രിലിമിനറി പരീക്ഷയ്ക്കാണ് അബ്ദുൾ ഖാദർ എത്തിയത്. കയ്പമംഗലം കൊപ്രക്കളം ബുസ്താനുൽ ഉലൂം അറബിക് കോളേജിലെ പരീക്ഷാ ഹാളിൽ ഒന്നാമതിരിക്കുന്ന വിദ്യാർത്ഥിയെ കണ്ടപ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്ക് കൗതുകമായി. കാര്യങ്ങൾ തിരക്കിയപ്പോൾ കൗതുകം ഇരട്ടിച്ചു. പരീക്ഷ തുടങ്ങിയതോടെ ഒന്നാം സ്ഥാനക്കാരൻ ആത്മവിശ്വാസത്തോടെ എഴുതാൻ തുടങ്ങി. 65 വർഷം മുമ്പ് 10ാം ക്ലാസ് പഠനം പൂർത്തിയാക്കി വിദ്യാലയത്തോട് വിട പറഞ്ഞ കയ്പമംഗലം സ്വദേശി കോലോത്തുംപറമ്പിൽ അബ്ദുൾ ഖാദർ എന്ന 81-കാരനാണ് വാർദ്ധക്യത്തിന്റെ തളർച്ചയിലും തളരാത്ത പഠനവീര്യവുമായി പരീക്ഷ എഴുതാൻ എത്തിയത്. പരീക്ഷ എഴുതണമെന്ന ആഗ്രഹം അറിയിച്ചപ്പോൾ പല ഭാഗത്തു നിന്നും എതിർപ്പുകളും അവഗണനയും നേരിടേണ്ടി വന്നുവെങ്കിലും അറിവ് നേടുക എന്ന ലക്ഷ്യമാണ് തന്നിൽ ഉണ്ടായതെന്ന് അബ്ദുൾ ഖാദർ പറഞ്ഞു. പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല, അപ്പോൾ ഒരാഗ്രഹം എന്തായാലും നമുക്കൊന്ന് എഴുതി നോക്കാം. അങ്ങനെയാണ് പ്രിലിമിനറി ഫസ്റ്റ് ഇയറിന് എഴുതാൻ ഇരുന്നത്. പിന്നെ കോളേജായിട്ട് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ അതിന് മുടക്കമൊന്നും പറഞ്ഞില്ല. അങ്ങനെ ഒരു ഓൺലൈനായിട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ സക്സസ് അല്ല, എന്നാലും കുറേയൊക്കെ നമ്മളെ ഇതോട് പ്രയത്നം കൊണ്ട് 6 വിഷയം ഉണ്ടായിരുന്നു. ചിലത് 1-2 ടഫായിരുന്നു. പക്ഷേ അതിപ്പോൾ പിന്നീടും നമുക്ക് അങ്ങനെ എഴുതാൻ കഴിയുന്നതാണ്. എല്ലാം ഒരു ഉദ്ദേശമില്ല, നമുക്ക് ഒരു അറിവ് നേടുകയെന്ന് മാത്രമേ ഉള്ളൂ. SSLC സർട്ടിഫിക്കറ്റുമായി നേരെ എത്തിയത് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക്. സർവകലാശാല അധികൃതർ അബ്ദുൾ ഖാദറിന്റെ ആഗ്രഹത്തിന് പച്ചക്കൊടി കാണിച്ചതോടെ ആത്മാർത്ഥമായ ആഗ്രഹത്തിനും ആത്മവിശ്വാസത്തിനും മുന്നിൽ പ്രായത്തിന്റെ തളർച്ച വഴിമാറി. അബ്ദുൾ ഖാദർ വീണ്ടും വിദ്യാർത്ഥിയുടെ കുപ്പായമണിഞ്ഞു. ഓൺലൈനായി ക്ലാസ്സിൽ പങ്കെടുത്താണ് പരീക്ഷ എഴുതാൻ എത്തിയത്. 6 വിഷയങ്ങളിലും പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. 35 വർഷം പ്രവാസ ജീവിതം നയിച്ച അബ്ദുൾ ഖാദർ 2000-ലാണ് നാട്ടിൽ സ്ഥിരമായത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മികച്ച വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിലൂടെ മാത്രമേ പട്ടികജാതി പട്ടികവർഗ സമൂഹത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാനാകൂ എന്നും ഇതുൾക്കൊണ്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി K. രാധാകൃഷ്ണൻ. പാലക്കാട് നൂറണി പോസ്റ്റ് മെട്രിക് ഗേൾസ് ഹോസ്റ്റൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങി. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് 1 മാസത്തിനകം പ്രവർത്തന സജ്ജമാക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. കുവൈത്ത് ദുരന്തം വാക്കുകൾക്ക് അതീതവും അതീവ ദുഃഖകരവുമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ആരോഗ്യമന്ത്രി കുവൈത്തിൽ പോയി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ഗവർണർ. കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായി തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് റെയിൽവേ സ്റ്റേഷനിൽ BJP ജില്ലാ കമ്മിറ്റിയുടെ ഉജ്ജ്വല വരവേൽപ്പ്. കൽദായ സൂര്യാനി സഭയുടെ തൃശൂരിലെ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി സഭ മുൻ അധ്യക്ഷൻ മാർ അപ്രേം മെത്രാപ്പോലീത്തയെ സന്ദർശിച്ചു. കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം പ്രാദേശികവാദത്തിന്റെ ഭാഗമെന്ന് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി.
മന്ത്രിതല ചർച്ചയിലും പാലക്കാട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാകാത്ത സാഹചര്യത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച BJP. നേതാക്കൾ സമരപന്തലിലെത്തി പിന്തുണ അറിയിച്ചു. ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്നത് സർക്കാരിന്റെ വിടുവായത്തം മാത്രമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.